ദൈവമേ, ഇവൻ വല്ലാതെ ഡ്രാമസോ കാണും തോന്നില്ല. എന്നിന് അവള് മനസ്സിൽ വിചാരിച്ചോണ്ട് അവൾക്ക് ഇതൊന്നും ഓർമ്മയില്ലെന്നറിയും. അതുകൊണ്ട് യുവാനാണ് ഇത് മൊത്തത്തിൽ അങ്ങ് വിഷമാവും. അതിനുശേഷം അവനും എവിഡൻസ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടുകയാണെങ്കിൽ അത് എടുത്തോണ്ടെന്ന് ഇവള് വിശ്വസിപ്പിക്കാന്നറിയും. അതിനുശേഷം സ്റ്റുഡൻസ് എല്ലാവരും കൂടെ അവരുടെ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഷൗമി അവളുടെ ബുക്ക് വയ്ക്കാൻ പോകുമ്പോഴായിരിക്കും രൂക്ഷി ഇവളുടെ കൂടെ തന്നെ ചേർന്ന് വെക്കുന്നത്. അതോടെ അവളും കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നീ ആരാടെ എന്റെ കൂടെ ബുക്ക് വയ്ക്കുന്നതെന്ന് പറഞ്ഞ് അവള് കുറച്ച് ഗമയൊക്കെ ഇട്ട് പോകും. അതിനുശേഷം അവൾ സീരിയസ് ചെന്നിരുന്ന് കഥാപുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുവാനാണ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ ഹോംവർക്ക് എന്താ സബ്മിറ്റ് ചെയ്യാത്ത ചോദിക്കും. അതോടെ അവളാണ് ഷോക്കായി ഞാൻ ബുക്ക് വെച്ചായിരുന്നതെന്ന് പറഞ്ഞ് അവളുടെ ബാഗൊക്കെ തപ്പി നോക്കുമ്പോഴാണ് ആ ഹോംവർക്ക് ബുക്ക് ഇവളുടെ ബാഗിനകത്ത് കാണും. അതോടെ അവള് മൊത്തത്തിൽ ഷോക്കായിട്ട് ഇതെങ്ങനെ ഇവിടേക്ക് വന്നേന്ന് രൂക്ഷിയെ ദേഷ്യത്തിൽ നോക്കും. ഓരോ ശവം വല്ലായിരിക്കോ ഈ പണി ചെയ്തതെന്ന്. പക്ഷെ അവനാണ് ഇതെന്നറിയാതെ ഇവൾ നോക്കുന്ന സമയത്തായിരിക്കും അവളെ കളിയാക്കി ചിരിക്കുന്നത്. അതോടെ അവളാണ് മൊത്തം ദേഷ്യത്തിലാകും. എന്നിട്ട് അവൾ അത് അവനാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവനിങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും അവൻ്റെ കൂടെ പഴയ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പരിപാടി പക്കായിട്ട് നടന്നെന്ന്. ഇതെല്ലാം അവൾ സൈഡിൽ നിന്ന് ഒളിഞ്ഞു കേട്ടിട്ട് അപ്പൊ നീയാണോടെ എനിക്ക് പണി തരാൻ വിചാരിച്ചെന്ന് അവൾ അവൻ്റെ അടുത്ത് ദേഷ്യത്തിൽ സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പോഴായിരിക്കും അവൾ പടക്കമെന്ന് പറഞ്ഞ് ഇവന്റെ ഫ്രണ്ടിൽ തന്നെ വീഴുന്നത്. അതോടെ അവനും ചേട്ടന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുമ്പം ഇത് കേട്ടതോടെ അവളും ദേഷ്യത്തി വേറെമാര് പുറയും തള്ളിയിട്ടതുകൊണ്ടാണ് വീണെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയും. അതിനുശേഷം അവളും നീയാണ് എന്റെ ഹോംവർക്ക് ബുക്ക് എടുത്ത് ഒളിച്ചു വെച്ചെന്ന് അവൾ അതിനെ കുറിച്ച് തിരക്കുമ്പം അത്രയും ബോറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നീ എന്നെ കാണുന്നതെന്ന് അവനും തിരിച്ച് പറഞ്ഞോടെ ഒരേശം നമുക്കറിയാതെ സംശയം തോന്നിയായിരിക്കും എന്നറിഞ്ഞ് അവളും മിണ്ടാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൻ അവിടെ കണ്ണാടി നോക്കിയിട്ട് നമ്മളെ കാണാൻ ഒരു കള്ളനെ പോലെയാണെന്ന് പറഞ്ഞ് അവന്റെ ഫേസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ചിഹ്നം കടയിൽ നിന്ന് കുറെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അവൻ പോകുന്ന എനിക്ക് റൂക്ഷിയുടെ അടുത്ത് ലിഫ്റ്റ് അടിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവനും താമസിച്ച് വെറും 1 മിനിറ്റ് ലേറ്റായി സ്കൂളിലേക്ക് വരുമ്പോഴാണ് ഓടാൻ ഇത്രയ്ക്ക് താമസിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാർ അവരെ വഴക്കുറയും. അതോടെ പനിഷ്മെന്റ് ആയിട്ട് എല്ലാവരും ഇവരുടെ കൂടെ ഒരു റൗണ്ടും കൂടെ ഓടണം എന്ന് പറയുമ്പോൾ ഷൗമിയാണ് ദേഷ്യത്തി ഇവൻ ചെയ്തിട്ടേക്ക് ഞങ്ങൾ എന്തിനു ഓടണമെന്ന് അവന് ദേഷ്യത്തി നോക്കും. അപ്പോഴാണ് പാവ ലിന്നിന് വരെ ഇന്ന് വയറുവേദന എടുക്കുക. അതുകൊണ്ട് അവൾ ഓടാൻ പറ്റാതെ പുറം ഇങ്ങനെ കുഴഞ്ഞു വരുമ്പോഴാണ് ഇത് കണ്ട് സാറും ഷൗമിയും ലിന്നിനെയും സ്പീഡ് ഓടാൻ വേണ്ടി വഴക്കുറയും. അപ്പോഴാണ് ഇത് കണ്ട് റൂക്ഷി അവൻ പുറയെന്ന് ഷൗമയെ തള്ളിയെ കൊടുത്ത് സഹായം ചെയ്യുമ്പം ഇത് കാണുന്ന യുവാനാണ് ഷൗമയെ സഹായിക്കാൻ തോന്നും. പക്ഷെ ഇവൻ അവളെ സഹായിക്കുന്നുണ്ട്. അവൻ ലിന്നിന്റെ പുറകെ വന്ന് അവളെ സ്പീഡിൽ തള്ളി കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഇവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഷൗമയാണെന്ന് സഹായിച്ചതിന് അവന് താങ്ക്സ് അറിയും. അതോടെ അവനും താങ്ക്സ് എങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞോടെന്ന് അവളെ കളിയാക്കുമ്പം നീ കാരണോടെ ഒരു റൗണ്ടും കൂടെ ഓടാൻ വന്നേന്ന് അവള് മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ചെയ്ത് ഇടും. അതിനെ ശിവന്റെ കൂടെ ചുറ്റി കറങ്ങിയാൽ തന്നെ അവൾക്ക് ഫുൾ അൺലക്കാന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. ഇതോടെ അവനും ഞാനൊരു ലക്കി മാൻ എന്ന് പറഞ്ഞ് അവളെ തന്നെ ഇങ്ങനെ തുറച്ചു പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ക്ലാസ്സിലേക്ക് വന്ന ജിന്നാണ് അവൻ വാങ്ങിച്ച ഫുഡെല്ലാം കൂടെ എല്ലാവർക്കും സെയിൽസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടെന്നുണ്ട് എക്സ്ട്രാ ഒരു 10 രൂപ കൂടെ അഡീഷണൽ വെച്ചാണ് വാങ്ങിക്കുന്നത്. ഇതോടെ പിള്ളേരെല്ലാം കൂടെ ശബ്ദം ഉണ്ടാക്കുമ്പം അവനാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ ഫുഡ് ഇഷ്ടപ്പെടാത്തോണ്ടല്ലടാ നീയൊക്കെ എന്റെ എന്ന് വാങ്ങിച്ചു കഴിക്കുന്നതെന്ന് അവനത് ഡെലിവറി ചാർജ് ആയിട്ട് വാങ്ങിക്കും. അതോടെ ലീയാണ് നിന്റെ പഴങ്കഞ്ഞി നീ തന്നെ വെച്ചെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞൊരു സാധനം വാങ്ങിക്കാതെ അവൻ അവിടെ നിന്ന് പോകും. അവനാണ് ഇത് കണ്ട് ഷൗമിയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കണ്ടിട്ട് അവള് കുറച്ച് എക്സ്ട്രാ പൈസ കൊടുത്തെങ്കിലും അവന്റെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചിട്ട് പോകും. അവനാണ് ഇത് കണ്ട് അവളുടെ കൂട്ടുകാർ ഷൗവിയും ഇവൻ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോന്ന് പറഞ്ഞ് യുവാന്റെ അടുത്ത് പറയുമ്പം അവനാണ് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് എക്സ്ട്രാ പൈസ വാങ്ങിക്കുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അതോടെ അവനും എന്റെ കഷ്ടപ്പാടിന് ഒരു വിലയില്ലെന്ന് പറഞ്ഞിട്ട് യുവാനെ സമാനപ്പെടുത്താൻ വേണ്ടി ഷൗമിയുടെ പൈസ മാത്രം തിരിച്ചു കൊടുക്കും. അതോടെ അവനങ്ങ് സൈലന്റ് ആകും. എന്നിട്ട് ഇവിടെ ക്ലാസ് സമയത്ത് ഷൗമി ആരറിയാതെ ഫുഡ് തട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് റൂഷിക്ക് ചിരി വന്നിട്ട് അവളെ സാറും ഒക്കെ ആയിരിക്കാൻ വേണ്ടി അവൻ അടുത്തേക്ക് ചെന്നിരിക്കും. പക്ഷെ അവളാണ് പേടിച്ചുപോയി. ഇവൻ എന്തിനാ ഇപ്പൊ ഇവിടേക്കൊന്നും ചോദിക്കുമ്പം അവനാണ് ഈ ബുക്ക് പൊത്തി പിടിച്ചിരുന്നാലും പുറയുന്ന സാറ് വരുവാണ് ഇവളെ പൊക്കും പറയും. അപ്പോഴാണ് അവിടേക്ക് സാറ് വരുന്ന യുവാനം കണ്ടിട്ട് പെട്ടെന്ന് അവന് ഷൗമി ചെന്നങ്ങ് മറച്ചിരിക്കും. ഇതോടെ അവളും പഠിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചിട്ട് എന്നെ സഹായിച്ചിന് താങ്ക്സ് ലീഡർ എന്ന് പറഞ്ഞ് യുവാനോട് താങ്ക്സ് അറിയും. അപ്പോഴാണ് അവനും ക്ലാസ് പീരീഡ് ഇങ്ങനെ കഴിക്കുന്ന മോശമല്ലേ എന്ന് പറഞ്ഞ് അവൻ ആ ഫുഡ് എടുത്ത് വാങ്ങിച്ചേക്കും. അതിനുശേഷം റൂക്ഷിയും അവളോട് സോറി പറഞ്ഞിട്ട് അവൻ സീറ്റിൽ ചെന്നിരിക്കുമ്പോഴാണ് ഇവളാണ് തെറ്റിയിരിക്കും വീണ്ടും ഇവൾക്ക് പാല് വയ്ക്കാൻ വേണ്ടി അവൻ ഇവിടേക്ക് വന്നതാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് യുവാനും ഇവൾക്ക് ആ ഫുഡ് ഒന്നും കൂടെ വാങ്ങിച്ചു തരാന്ന് പറയുമ്പോഴാണ് അവളാണ് അന്നും കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവൾക്ക് ഇനിയെല്ലാം ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളാണ് ദേഷ്യം ഇവനോടല്ല ഇവൾക്കിട്ട് പാര പനിയാമെന്ന് ആ രൂക്ഷിയോടെന്ന് പറയും. അതിനുശേഷം അവള് മനസ്സിൽ വിചാരിക്കും എപ്പോഴും അവന്റെ അടുത്ത് നിന്ന് പണി വാങ്ങിച്ചു കൂട്ടാതെ ഈ തവണ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന്. അതോടെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു കോക്ക് വാങ്ങിച്ചു വന്നിട്ട് ഇവളാണ് അത് മൊത്തത്തിൽ കുലുക്കി പൊങ്ങി വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന രൂക്ഷിയോട് സ്നേഹത്തിൽ ചെന്ന് അവൾ ആ ജ്യൂസ് കൊടുക്കുമ്പം ഇത് കണ്ട് അവനാണ് ഷോക്കായി എന്നോട് ഇത്രയ്ക്ക് സ്നേഹവും മോളെന്ന് പറഞ്ഞ് അവനത് വിശ്വസിക്കാനൊക്കത്തില്ല. അപ്പോഴാണ് അവളും നീ ഇതിനും എനിക്ക് ചെയ്ത സഹായത്തിനെല്ലാം തിരിച്ചൊരു സഹായം ചെയ്തേന്ന് പറഞ്ഞ് അവളത് അവന് കുടിക്കാൻ പറയും. പക്ഷെ
അവനാണ് പിന്നെ കുടിച്ചോളെന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ഇവളാണ് ഇപ്പൊ അവനത് കുടിച്ചാല് അവൻ ക്ഷമിച്ചെന്ന് ഇവള് വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയും. അതിനുശേഷം അവളുടെ ആ ചിരി കാണുമ്പോൾ തന്നെ ഇവന് പിടികിട്ടി ഇതിലെന്തോ ഒരു എട്ടിന്റെ പണിയുണ്ടെന്ന്. അതുകൊണ്ട് അവന് കൈ വിയർത്തിരിക്കുവെന്നറിഞ്ഞ് അവളെ ഇത് ഓപ്പൺ ചെയ്യാൻ പറയുമ്പോൾ അവളാണ് മൊത്തത്തിൽ പേടിച്ചുപോയി എന്റെ കൈയും വിയർത്തിരിക്കുവെന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അവൻ അവളെ കളിയായിക്കൊണ്ട് അല്ലേലും നിനക്ക് തുറക്കാൻ പറ്റത്തില്ലെന്ന് അവൻ അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ലീയാണ് ഒരു കുപ്പി തുറക്കാനാണ് അവിടെ പാടെന്ന് പറഞ്ഞ് അവനത് ഓപ്പൺ ചെയ്തോടെ ജ്യൂസ് എല്ലാം അവന്റെ ദേഹത്താകും. അതോടെ റൂക്ഷിയും സ്നേഹത്ത് ജ്യൂസ് എന്നത് എന്നെ നാണം കെടുത്താനാണെന്ന് പറഞ്ഞ് അവളായിട്ട് തർക്കിച്ചോണ്ടിരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും നോക്കടാ പട്ടിന്ന് പറഞ്ഞ് അവൻ അവർ രണ്ടുപേരും വിളിക്കും. അതിനുശേഷം അവന് കർച്ചീഫ് എടുത്ത് സഹായിക്കും. എന്നിട്ട് അവള് മാത്സ് പഠിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് യുവാൻ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇത് അവൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് അവളെ പഠിപ്പിക്കും. പക്ഷെ ഇവൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇപ്പൊ ഒന്ന് പഠിപ്പിച്ചിട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന രൂക്ഷയാണ് അടുത്തേക്ക് വന്ന് അവളെ കളിയാക്കും. പഠിപ്പിച്ച സാധനം 1 മിനിറ്റും കൊണ്ട് മറന്നുപോയാൻ ഇവളെന്തോ ഗോൾഡ് ഫിഷ് ആണോന്ന്. അത് കേട്ടതോടെ അവളും ദേഷ്യത്തി എപ്പോഴും ഇങ്ങനെ ഒന്ന് ചലച്ചോണ്ടിരിക്കാൻ നീ എന്തോടെ തത്തയാണെന്ന് പറഞ്ഞ് അവനായിട്ട് അങ്ങോട്ടിരിക്കും. അങ്ങനെ ഇവരുടെ ഇടയ്ക്ക് പാവം യുവാനായിരിക്കും പെട്ടു വന്ന്. അതിനെ ശിവല ലഞ്ച് കഴിച്ചിട്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഷൗമിയുടെ ബെഞ്ചിനകത്താണ് ഇവിടെ ഉള്ളമാരൊക്കെയാണ് കഴിച്ചിട്ട് വേസ്റ്റ് ഇട്ടേക്കും. അതോടെ അവളും ദേഷ്യത്തി ഇതാരാ ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവരോടും ചോദ്യം ചെയ്യുമ്പോൾ അവരാരും തന്നെ മിണ്ടത്തില്ല. അതിനുശേഷം ഇതൊരു വലിയ തർക്കമായി പോകും. ഹോസ്റ്റലുകാർക്ക് ക്യാൻറ്റീൻ ചെന്ന് ഫുഡ് കഴിക്കുന്ന സമയം നോക്കി ഈ വീട്ടിൽ താമസിക്കുന്നമാരാ ഇങ്ങനത്തെ പരിപാടി ചെയ്ത് കാണിക്കുന്നതെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവൾമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് ഇത് കേട്ട് ജിന്നാണ് അവർ തർക്കിക്കാൻ തുടങ്ങും. ഡേഡേ ചുമ്മാ എവിഡൻസ് ഇല്ല നിങ്ങളൊന്നും സംസാരിക്കാതെ അതെന്തുവാ ക്യാൻറ്റീൻ ചെന്ന് കഴിക്കുന്നമാര് നിങ്ങളുടെ ബെഞ്ച് വേസ്റ്റ് ആയി കൊടുന്നുണ്ടോ? വീട്ടിൽ താമസിക്കുന്ന ഗായ്സ് നിങ്ങൾ ആരെങ്കിലും ആണ് ഇത് ചെയ്തത് എന്നതിന് അവൻ ചോദിക്കുമ്പോൾ അവരെല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇത് അവരല്ല ചെയ്തെന്ന് പറയും. എന്നിട്ട് ഷൗയും ദേഷ്യത്തി ഞങ്ങളൊക്കെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളല്ലേ ഇവിടെ ഉള്ളായിരുന്നു പറഞ്ഞ് അവള് പോയിന്റൊക്കെ എടുത്ത് പറയും. പക്ഷെ അവരൊക്കെയാണ് അവസാനമേ സമ്മതിച്ചു കൊടുക്കത്തില്ല ഇവളുടെ ബെഞ്ചിനകത്ത് വേസ്റ്റ് ഇട്ട് അവരാണ്. അങ്ങനെ ആ ക്ലാസ് മൊത്തത്തിൽ രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ആകും. ഒന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്നവരും പിന്നെ വീട്ടിൽ നിന്ന് വരുന്നവരും. അങ്ങനെ ഷൗമിയ വേസ്റ്റ് ഒക്കെ എടുത്ത് ജിന്നിന്റെ ബെഞ്ചിനകത്ത് വെക്കുമ്പോഴാണ് അവനാണ് ദേഷ്യം വന്നിട്ട് ഇത്രയ്ക്ക് ചൈൽഡിഷ് ആയിട്ടുള്ള പരിപാടി കാണിക്കുന്നതെന്ന് പറഞ്ഞ് രൂക്ഷിയോട് പ്രതികരിക്കാൻ വേണ്ടി പറയും. കാരണം അവനും വീട്ടിൽ നിന്നാണ് സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ ഇവിടെ വലിയ സീൻ നടക്കുമെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവനാണ് ഷൗമിയുടെ അടുത്തേക്ക് വന്നിട്ട് പൊളിച്ചു മോളെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. ഇതോടെ എല്ലാരും കൂടെ ഷോക്കായി ഇവൻ ഏത് ഭാഗത്താന്ന് പറഞ്ഞ് അവന്മാരൊക്കെ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് റൂക്ഷിയാണ് ജിന്നിനെ മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ചെയ്ത് വിടും. എടാ നീയൊക്കെ എന്റെ ചങ്കാണോ? നിന്നെ ഒരാളിട്ട് കളിയാക്കാന്ന് പറഞ്ഞാ നീ വേണം എതിർത്തിക്കാൻ, അല്ലാതെ ആണത്തില്ല നീ എന്നെ സഹായിക്കാൻ വിളിക്കല് എന്നിന് അവൻ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കണ്ട് യുവാനാണ് ഒരു ലീഡർ എന്ന സ്ഥാനത്ത് അവൻ ഈ പ്രശ്നം സോൾവ് ആക്കി തരാന്ന് പറയും. അതിനുശേഷമായിരിക്കും എല്ലാവരും സമാധാനമാണ്. എന്നിട്ട് യുവാനും ഷൗമിയോട് അവന്മാരങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതിന് അവന്മാരെ കൊണ്ട് സോറി പറയിപ്പിക്കാന്ന് പറയുമ്പോൾ അവളാണ് ഇതൊന്നും മനസ്സിലോട്ട് കേട്ടില്ലെന്ന് പറയും. അതിനുശേഷം അവൾ റൂക്ഷിയെ നോക്കി ഒരു ശിവനായിരിക്കോ ചെയ്തെന്ന് പറഞ്ഞ് പാവ അവനോടൊക്കെ സംശയപ്പെടും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് യുവാനാണ് നമ്മുടെ സ്കൂൾ വൃത്തിയാക്കുന്നത് നമ്മളിപ്പോ ഏറ്റവും പുറകിലാന്ന് പറഞ്ഞ് അവൻ എല്ലാവരോടും ക്ലീനിങ്ങിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഓരോ വ്യക്തിയെ വന്ന് അവരേതൊക്കെ ഭാഗത്താ ക്ലീനിങ് ചെയ്യേണ്ടതെന്ന് പേപ്പർ ചൂസ് ചെയ്യാൻ പറയുമ്പോഴാണ് ആദ്യം ലീ ആണ് ഞാനായിരിക്കും അളി എടുക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആദ്യം പേപ്പർ ഒന്ന് എടുക്കും. അപ്പോഴായിരിക്കും അവൻ 8ന്റെ പണി കിട്ടുന്നത്. അവന് വന്നേക്കുന്നത് ബാത്റൂം. അതിനുശേഷം ഓരോരുത്തരും വന്ന് ഓരോ പേപ്പറായിട്ട് എടുത്തോണ്ട് പോകും. എന്നിട്ട് റൂക്ഷിയും ഷൗമിയുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് അവളാണ് മൊത്തത്തിൽ പേടിച്ചുപോയി ഈ തവണ എന്ത് പ്രശ്നമോ കൊണ്ടുവന്നേക്കുന്നതെന്ന് അവനോട് ദേഷ്യപ്പെടും. ഇതോടെ അവനാണ് എപ്പോ നോക്കിയാലും എന്നെ ഇങ്ങനെ സംശയപ്പെടാതെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ അവളുടെ മനസ്സിൽ ഇവൻ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാ. അതോടെ അവന് സത്യം ചെയ്യും തീർച്ചയായിട്ടും ഇവനല്ല ഉച്ചയ്ക്ക് ഇവളുടെ ടേബിളിനകത്ത് ആ വേസ്റ്റ് ഒക്കെ എടുത്തെറിഞ്ഞെന്ന്. ഇതോടെ അവളത് വീണ്ടും വിശ്വസിക്കാതെ നിന്നെ പോലെ മണ്ടന്മാര് പറയുന്ന സത്യം ഒന്ന് വിശ്വസിക്കാൻ ഞാൻ പൊട്ടിയല്ലാടാന്ന് പറഞ്ഞ് അവനെ ഞാൻ കളിയാക്കും. അതിനുശേഷം ഇവെല്ലാം കൂടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഷൗയാണ് അവളുടെ ഫ്രണ്ട്സിനോടൊന്ന് പറയും ഈ ജിന്നിനെയും ബാക്കിയുള്ളവരെ ഒന്ന് വെറുതെ വിടലെന്ന്. കാരണം അവന്മാരെ തീർച്ചയായിട്ട് ഇവളുടെ ബെഞ്ചിനകത്ത് ഫുഡ് ഇട്ടെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ അവന്മാരിപ്പോ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അത് ചെയ്യാതെ അവന്മാർ ചുമ്മാ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ കാര്യം അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ലിന്നാണ് നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് അവളെ സമാനപ്പെടുത്താൻ നോക്കും. അപ്പോഴാണ് ഷൗയും ആദ്യം പ്രശ്നം തുടങ്ങിയത് അവന്മാരാന്ന് പറഞ്ഞിട്ട് അവളത് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഷൗമിയും അവന്മാര് കുറ്റം സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് റിവെഞ്ച് ചെയ്താൽ പറ്റത്തുള്ളെന്ന് അവൾ അതിന് ഓക്കെ അറിയും. അങ്ങനെ അവൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ പാവം രൂക്ഷിയാണ്. അതിനുശേഷം ഇവർ മൂന്നുപേരും കൂടെ ഒരു ടീമായിട്ട് അവർ എതിർക്കാന്ന് പറയുമ്പോഴാണ് ഷൗമിയാണ് നമ്മുടെ ടീമിന്റെ പേര് ഹോസ്റ്റൽ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ് അതിനൊരു പേരിട്ട് കൊടുക്കും. ഇത് കേട്ടതോടെ ഷൗയും അങ്ങനെയാണ് ടീമിന്റെ ലീഡറാന്ന് അവൾ ആദ്യം തന്നെ സ്ഥാനം പിടിക്കും. അതിനുശേഷം ചീഫായിട്ട് ഷൗമിയെയും രണ്ടാമത്തെ ചീഫായിട്ട് ലിനിനെയും ചൂസ് ചെയ്യും. അങ്ങനെ ഇവിടെ തൊട്ട് ഇവരുടെ ടീമിന്റെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വേറൊരു ബെങ്ക് ചെയ്ത് കേട്ട് ഒരേ ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അത്രയ്ക്ക് നല്ല കാര്യമില്ലെന്ന് അവളാണെ പറഞ്ഞിട്ട് പോകും. പക്ഷെ ഇവരാരും തന്നെ അത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. അപ്പോഴാണ് ലിന്നും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് ഇവരുടെ വേണ്ടി ജോലി ചെയ്തോണ്ടിരിക്കും. അങ്ങനെ രാത്രി നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവനാണ് ഒരു പേപ്പറിനകത്ത് ഉച്ചയ്ക്ക്
എനിക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ് അവൾക്കൊരു പേപ്പർ എഴുതി കൊടുക്കും. പക്ഷെ അവളാണ് ഈ സാധനം അടങ്ങിയിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവളാണ് മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് അവനും അവളെ കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവന്റെ കൂട്ടുകാരാണ് അവനെ വിളിച്ചോണ്ട് അപ്പൊ തന്നെ പുറത്തേക്ക് പോകും. അതോടെ ഷൗമി സംശയത്തി ഇവൾക്കെതിരെ വല്ല പ്ലാൻ ചെയ്യായിരിക്കും പറഞ്ഞ് അവനെ ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കും. അതുകൊണ്ട് ലിന്നെ വിളിച്ചോണ്ട് അവന്റെ പുറയിലേക്ക് അങ്ങ് പോകും. അപ്പരാണ് യുവാനും ഇവൾ അതിനു മുമ്പ് പോയെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ രൂക്ഷ എഴുതിയ പേപ്പർ ഇവനായിരിക്കും വായിച്ചു നോക്കുന്നത്. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഈ ഡ്രാമ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.